നമസ്കാരം. വിദ്യാഭ്യാസ രംഗത്തെ മികവിന് വിദ്യാർത്ഥികളെ ആദരിക്കാൻ സംഘടിപ്പിച്ച പൊതുവേദിയിൽ മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ.ടി. ജലീൽ കുട്ടികളോട് അപമര്യാദയായി പെരുമാറിയതായി ആക്ഷേപം. മണ്ണാർക്കാട് നടന്ന അനുമോദന ചടങ്ങിലാണ് മുഖ്യ അതിഥിയായി എത്തിയ മുൻ മന്ത്രി വിദ്യാർത്ഥികളെ പരസ്യമായി ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തത്. പരിപാടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കെ.ടി. ജലീലിന്റെ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. മണ്ണാർക്കാട് നഗരസഭയിലെ 19, 20, 22 വാർഡുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിജയോത്സവം അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യവെയായിരുന്നു വിവാദ സംഭവം. പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെ വേദിയിലിരുത്തിക്കൊണ്ടാണ് മുൻ മന്ത്രി പരസ്യ വിചാരണ നടത്തിയത്. ഹിന്ദിയിൽ A+ കിട്ടിയ കുട്ടികൾ എഴുന്നേറ്റു നിൽക്കൂ എന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം കുട്ടികൾക്ക് സ്വന്തം മേൽവിലാസം പോലും ശരിയായി എഴുതാൻ അറിയില്ലെന്ന തരത്തിൽ വേദിയിൽ സംസാരിക്കുകയായിരുന്നു. തുടർന്ന് ഒരു വിദ്യാർത്ഥിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി മേൽവിലാസം എഴുതാൻ ആവശ്യപ്പെടുകയും കുട്ടി എഴുതിയതിൽ തെറ്റുണ്ടെന്ന് ആരോപിച്ച് പരസ്യമായി ശാസിക്കുകയുമായിരുന്നു. എന്താടാ ഈ എഴുതി വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് വിദ്യാർത്ഥിയുടെ ചെവിയിൽ മുൻമന്ത്രി നുള്ളുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രശസ്തമായ സ്ഫടികം സിനിമയിലെ തോമാച്ചന്റെ കണക്ക് മാഷിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലായിരുന്നു മുൻ മന്ത്രിയുടെ പെരുമാറ്റം. അതേസമയം വിജയമാഘോഷിക്കാനെത്തിയ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ഒരുപോലെ സങ്കടത്തിലാക്കുന്നതായിരുന്നു ഈ സംഭവം. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം പൊതുജനമധ്യത്തിൽ അവരെ പരിഹസിക്കാനും മാനസികമായി പീഡിപ്പിക്കാനുമാണ് മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചതെന്ന് വലിയ രീതിയിലാണ് വിമർശനങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. സംഭവത്തിൽ മുൻ മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് വിവിധ സംഘടനകളുടെ തീരുമാനം. എന്തായാലും സംഭവം വിവാദമായതോടെ കെ.ടി. ജലീലിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് MSF രംഗത്ത് വന്നു. വിദ്യാർത്ഥികളെ പരസ്യമായി അപമാനിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് MSF പാലക്കാട് ജില്ലാ സെക്രട്ടറി അമീൻ റാഷിദ് പറഞ്ഞു. കായികമായി ഉപദ്രവിച്ചത് ബാലാവകാശ ലംഘനമാണെന്നും അമീൻ കൂട്ടിച്ചേർത്തു. എന്തായാലും മണ്ണാർക്കാട് നഗരസഭയിലെ വിജയോത്സവ ചടങ്ങിൽ വിദ്യാർത്ഥികളെ അപമാനിച്ച മുൻമന്ത്രി കെ.ടി. ജലീലിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്നാണ് MSF ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കുന്ന രൂപത്തിൽ സംസാരിക്കുകയും ചെവിയിൽ നുള്ളുകയും ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് MSF നേതാക്കൾ പറഞ്ഞു. ജലീലിൻ്റേത് ബാലാവകാശ വിരുദ്ധ പ്രവർത്തനമാണ്. ഇതിനെതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണം. വിദ്യാർത്ഥികളോടും പൊതുസമൂഹത്തോടും അദ്ദേഹം മാപ്പ് പറയണം. ഒരു മുൻ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് ഉണ്ടാവേണ്ട ഭാഷയോ പ്രവണതയോ അല്ല ജലീലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇത്തരത്തിലുള്ള പ്രവണതകൾ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വിഷയത്തിൽ ബാലാവകാശ കമ്മീഷനെ സമീപിച്ച് കേസ് എടുക്കാൻ MSF ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടും ഭാരവാഹികൾ പറഞ്ഞു.